ഹല്ലേലൂയ. ഒരു പ്രവാചകനും നമ്മുടെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, ഒരു സെൻട്രൽ പാസ്റ്ററും വരേണ്ട ആവശ്യമില്ല, ഹല്ലേലൂയ, ജോയ് പുന്നൂസും വരേണ്ട ആവശ്യമില്ല, ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരേണ്ടതായ ആവശ്യമില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരങ്ങളെ കൊടുത്ത് നീ നിന്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്തുവാണ്? രോഗസൗഖ്യം നിന്റെ ഭവനത്തിൽ നടക്കും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇത് വചനപ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് ഹല്ലേലൂയ, തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഏറ്റുപറച്ചിലിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നെഗറ്റീവായിട്ടും കൺഫസ് ചെയ്യാം, പോസിറ്റീവായിട്ടും കൺഫസ് ചെയ്യാം. ഹല്ലേലൂയ. നെഗറ്റീവായിട്ട് കൺഫസ് ചെയ്യുമ്പോൾ ഒന്നും നടക്കത്തില്ല എന്ന് പറയും. എന്നാൽ പോസിറ്റീവായിട്ട് കൺഫസ് ചെയ്യുന്ന ഒരാൾ പറയും എന്തുവാണ്? ഇത് നടക്കും, എൻ്റെ കർത്താവ് എന്നെ ശക്തീകരിക്കും എന്ന് പറയും. ഹല്ലേലൂയ. നെഗറ്റീവായിട്ട് കൺഫസ് ചെയ്യുന്ന ആൾ അയ്യോ ഈ രോഗം വളരെ കാഠിന്യമാണ്, ഇത് മാറത്തില്ല എന്ന് നെഗറ്റീവ് കൺഫെഷൻ നമുക്ക് പറയാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോസിറ്റീവ് കൺഫെഷൻ എന്തുവാണ്? ഹല്ലേലൂയ പറയും, അല്ല എൻ്റെ കർത്താവ് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തരും, എൻ്റെ കർത്താവ് സൗഖ്യദായകനാണ് എന്ന് വിളിച്ചു പറയും. ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയാം, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല എന്ന് പറയാം. എന്നാൽ പോസിറ്റീവായിട്ട് കൺഫസ് ചെയ്യുന്ന ഒരാൾ പറയും, അല്ല എൻ്റെ കർത്താവ് ഇനി പരിഹാരം അയക്കും. ഹല്ലേലൂയ. എനിക്കൊക്കത്തില്ല എന്ന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയാം, എന്നാൽ ഒക്കുമെന്ന് നിനക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ, let the weak say I am, let the weak say I am strong. അങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്, ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ്. അപ്പോൾ ദുർബലൻ അല്ലെങ്കിൽ വീക്കായിരിക്കുന്ന ഒരാൾ ഐ ആം സ്ട്രോങ്, ഹല്ലേലൂയ, ഞാൻ വീരനായിരിക്കുന്നു എന്ന് നീ വിളിച്ചു പറയുന്നുവെങ്കിൽ എന്തുവാണ്? നിന്നെ വീരനാക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്നതായ, നിന്നെ ബലപ്പെടുത്തുന്നതായ ഒരു കർത്താവ് ഉണ്ട്. അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല വേണ്ടത്, വചനം നമ്മുടെ നാവിലും വരണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ വചനം തിങ്ങി നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവിൽ വചനം വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്താണ്? വചനം ജസ്റ്റ് മറ്റു ബുക്കുകൾ വായിക്കുന്നത് പോലെ വായിച്ചങ്ങ് വിടാതെ, പത്രം വായിച്ചു വിടുന്ന പോലെ വായിച്ചു വിടാതെ നിന്റെ ഹൃദയത്തിൽ എന്തുവാണ്? ഈ കേൾക്കുന്നതും ഹല്ലേലൂയ വായിക്കുന്ന വചനം ഒന്ന് സംഗ്രഹിച്ചു വെക്കണം, ഒന്ന് സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്തതിന് ശേഷം എന്തുവാണ്? നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുവാണ്? ആ സാഹചര്യങ്ങൾക്ക് അനുകൂല വചനം നിന്റെ നാവിലൊന്ന് എടുത്ത് നീ ഒന്ന് സംസാരിക്കണം അധികാരത്തോടെ. ഈ ദിവസങ്ങളിൽ നീ ആ വചനം നിന്റെ നാവിലേക്കൊന്ന് കടന്നു വന്ന് നീ സംസാരിക്കുമ്പോൾ എന്തുവാണ്? ഒന്ന് ഏറ്റുപറയുമ്പോൾ വലിയ ശക്തി എന്തുവാണ്? അതിലൂടെ വ്യാപരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ തന്നത് എന്തുവാണ്? ഹല്ലേലൂയ. നമ്മുടെ നാവിലൂടെ അത് പുറത്തു വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ പാടുവാൻ നിനക്ക് അറിയത്തില്ലായിരിക്കാം, എന്നാൽ അറിയാവുന്ന വചനം വിളിച്ചു പറയുവാനായിട്ട് ഹല്ലേലൂയ ഒരു ട്രെയിനിങ്ങും വേണ്ട. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ പാടിയില്ലെങ്കിലും പ്രസംഗിച്ചില്ലെങ്കിലും ആ കർത്താവ് തന്നിരിക്കുന്നതായ, നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നതായ വചനങ്ങൾ വിളിച്ച് പറയാം. ഹല്ലേലൂയ. കൺഫസ് ചെയ്യാം, ഏറ്റു പറയാം. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു വിജയത്തിന്റെ തത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത് ദൈവത്തിൽ ആശ്രയിക്കുക, രണ്ടാമത് എന്തുവാണ്? പറയുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഏറ്റു പറയുക. കർത്താവ് പണ്ട് ചെയ്തതായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റുപറയ യഹോശാഫാത്ത് ചെയ്തതുപോലെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ചെയ്തതും തൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം എന്തുവാണ്? ഇപ്പോൾ ഓർത്ത് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പറയുന്നത് ഏറ്റു പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് നീ അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് നീ മതിയായവനെന്നാണ്. എത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വേദപുസ്തകത്തിൽ കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവഭക്തന്മാർക്ക് വേണ്ടി ചെയ്തതൊക്കെ എനിക്കും നിനക്കും വേണ്ടി ചെയ്യുവാൻ ശക്തനായ ഒരു കർത്താവാണ്. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്. അവൻ്റെ വചനത്തിനൊരു മാറ്റമില്ല, അവൻ്റെ വാക്കുകൾക്കൊരു മാറ്റമില്ല, അവൻ്റെ അധികാരത്തിന് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം നമുക്കത് വിശ്വസിക്കാം, വചനം നമുക്ക് ഏറ്റുപറയാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം സ്പിരിച്വൽ തത്വം അല്ലെങ്കിൽ വിജയത്തിനുള്ളതായ ആത്മീയ തത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മൂന്നാമതൊരു കാര്യം ദൈവം പറഞ്ഞത് കേൾക്കുക. അതിനായിട്ട് നമുക്കതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1-2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദർ ഒക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം
നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന് മുമ്പുള്ളതായ ഒരു വാക്യം വായിച്ചാൽ അല്പം കൂടെ മനസ്സിലാവും. 13-ാം അധ്യായം, യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യം എഴുതിയിരിക്കുന്ന 14-ാം വാക്യം, സഭാമധ്യെ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മധ്യാന്യാവിന്റെ മകനായ യെയ്യേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്രിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അതിനുശേഷം എന്നിട്ട് ആ ലേവ്യൻ പറയുന്നതാണ് നമ്മൾ വായിച്ചത്. അവൻ പറഞ്ഞത്, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്തുവാണ് ഈ ലേവ്യന്റെ മേൽ വന്ന് യഹോശഫാത്തിനോടും അതുപോലെ യഹൂദിയോടുമുള്ളതായ ദൂത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ദൈവം കൊടുത്തതായ ദൂത് വിളിച്ചു പറയുന്നു. അതാണ് 15-ാം വാക്യം നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം, വായിച്ചാട്ടെ. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദിയരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്. അപ്പോൾ ഇവിടെ എന്ത് ആ ലേവ്യന്റെ മേൽ ആത്മാവ് വന്ന് അദ്ദേഹം വിളിച്ച് പറഞ്ഞു. അപ്പോൾ യഹോശഫാത്തിനും യഹൂദ എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ളതായ ദൂതാണ് ഈ ലേവ്യന്റെ മേലെ ആത്മാവ് വന്നതിന് ശേഷം അദ്ദേഹം വിളിച്ചു പറയുന്നത്. എന്നാൽ ആ ദൂത് സ്വീകരിപ്പാനായിട്ട് എന്തുവാണ് യഹോശഫാത്ത് തയ്യാറായി. അയ്യോ, അവൻ ലേവ്യനാ, ഞാൻ രാജാവല്ലേ, ഇതൊന്നും ചിന്തിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ, എനിക്ക് വേണ്ടിയുള്ളതായ ആലോചനയാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആലോചന ആണ്. അത് കേട്ടപ്പോൾ മനസ്സിലാക്കിയതായ യഹോശഫാത്താണ് അത് ഏറ്റെടുക്കുകയാണ്. എന്തുവാണ് ദൂത്? ഹല്ലേലൂയ, ആ ദൂത് ഇപ്രവാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്തുവാണ് അരുളി ചെയ്യുന്നത്? ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത് അത്ര. അപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ, യുദ്ധം എന്തുവാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉള്ളതായ അരുളപ്പാട്, ആ ദൂത് ഹല്ലേലൂയ ലഭിക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കുഴപ്പം എന്തുവാണ്? നമ്മൾ അങ്ങോട്ടൊത്തിരി കാര്യങ്ങൾ എന്തുവാണ് ദൈവത്തോട് എപ്പോഴും പറയും, എന്നാൽ ഇങ്ങോട്ട് ദൈവം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കേൾക്കാറില്ല. ഇവിടെ എന്തുവാണ് ഈ ഭക്തനായ മനുഷ്യൻ, രാജാവ് യഹോശഫാത്തും തൻ്റെ പ്രജകളെല്ലാം കൂടി വന്ന് ദൈവത്തിന് മുഖം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുവാണ്? ദൈവത്തിന്റെ ആത്മാവ് ഒരു ലേവ്യന്റെ മേൽ വരുന്നു, ആ ലേവ്യനിൽ കൂടെ സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, ദൈവം ഞങ്ങളോട് സംസാരിച്ചത് ഏറ്റെടുത്തതിന് ശേഷം അതേപടി എന്തുവാണ്? ഹല്ലേലൂയ, അനുസരിക്കുന്നതായ യഹോശഫാത്തിനെയും യഹൂദിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോശഫാത്ത് ദൈവം പറഞ്ഞത് കേട്ടു. അപ്പോൾ മൂന്നാമത്തെ വിജയത്തിന്റെ രഹസ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞത് കേൾക്കുവാനായിട്ട് എന്തുവാണ്? നമ്മൾ സന്നദ്ധതാകണം. പലപ്പോഴും ഒരു ചെവിയിലൂടെ കേൾക്കും, മറ്റൊരു ചെവിയിലൂടെ പോകും. എന്നാൽ അങ്ങനെയുള്ളതായ അനുഭവത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. കർത്താവ് എന്തരളി ചെയ്തു കഴിഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനായിട്ട് മുന്നോട്ട് കടന്നു വരുന്നതായ ദൈവമക്കൾ ജയങ്ങൾ കാണും. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് സംസാരിക്കും, എന്നാൽ ഇങ്ങോട്ട് നമ്മുടെ കർത്താവ് ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയുള്ളതാണ്, എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞതാണ്, അത് സംഭവിക്കും, അത് നടക്കുമെന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ അനുസരണത്തിൻ്റെ വേഗത്തിലാണ് പ്രിയമുള്ളവരെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഇത് ഈ ലേവ്യന്റെ മേലെ ആത്മാവ് വന്ന് താനെ പ്രവചിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, അത് കേട്ടിട്ട് എന്തുവാണ്? മാറി നിൽക്കാതെ, ഹല്ലേലൂയ, ഭയപ്പെടാതെ, ഹല്ലേലൂയ, ആ വലിയ സമൂഹത്തെ നേരിടുവാനായിട്ട് ഹല്ലേലൂയ ഓരോ വെപ്പൺസ് ഒന്നും എടുക്കാതെ എന്തുവാണ്? പ്രാർത്ഥനയാലും ഉപവാസത്താലും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവ് പണ്ട് ചെയ്ത കാര്യങ്ങൾ, പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ യഹോശഫാത്തിനെ കാണുന്നത്, അനുസരിക്കുന്നതായ ഭക്തൻ. നാലാമത് ഹല്ലേലൂയ ഒരു വിജയം ഞാനും നീ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാലാമത്തെ വിജയത്തിന്റെ തത്വം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ നമ്മളെ ദൈവം പറയുന്നത് കേൾക്കണം, അത് മാത്രമല്ല വിശ്വസിക്കണം. അതിനായിട്ട് അതിന്റെ 20-ാം വാക്യം വായിക്കാം. 20-ാം വാക്യം. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റു തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. ഇവിടെ യഹോവയിൽ എന്തുവാണ്? വിശ്വസിക്കുന്നതായ
യഹോശഫാത്ത്. അപ്പോൾ ഇവിടെ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് എന്തുവാണ് അതിൻ്റെ 19 വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് എന്തുവാണ് അവിടെ കഹാത്യരും കൊരഹരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാന് എഴുന്നേറ്റ്. ഇത് തൻ്റെ രാജ്യത്തുള്ള ആളുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ യഹോവയെ അത്യുച്ചത്തിൽ എന്തുവാണ് സ്തുതിപ്പാന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തുവാണ് അവരുടെ വിശ്വാസം വർദ്ധിക്കുക. അപ്പോൾ ഈ സ്തുതിക്കണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് ദൈവമക്കളെ ദൈവത്തെ ആരാധിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്. നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. എഴുന്നേറ്റ് നിന്ന് അത്യുച്ചത്തില് ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങിയപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ഈ രാജാവ് വിളിച്ച് പറയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. അപ്പോൾ പെട്ടെന്ന് എന്തുവാണ് ഈ രാജാവ് വിളിച്ചു പറയാണ്, സ്തുതിക്ക് ശേഷം എന്തുവാണ് ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവമായ യഹോവയിലെ വിശ്വസിപ്പീൻ. അപ്പോൾ താൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കണം. അത് മാത്രമല്ല, താൻ പറയാണ്, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. വിശ്വസിച്ചാൽ എന്തുവാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുമെന്നാണ് യഹോശാഫാത്ത് പറയുന്നത്. കാര്യം നമ്മൾ ഹല്ലേലൂയ ഇവിടെ വലിയ ചലനം നടക്കുകയാണ്. യഹോശാഫാത്തിന് അറിയാം, ജനം മുഴുവൻ ഭയപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ രാജ്യം മുഴുവൻ ഒരു ഭയത്തിലാണ്, താനും ഭയത്തിലാണ്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ എന്തുവാണ് ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ, അവർ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ അവര് പറഞ്ഞപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തുവാണ് അവിടെ വിശ്വാസം വർദ്ധിച്ചു. വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങളെ ഉറച്ചു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിച്ചല്ലോ, ഉറച്ചു നിൽക്കുന്നവരെ ഇവിടെ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് താൻ ആഹ്വാനം ചെയ്യാണ് തൻ്റെ പ്രവാചകന്മാരെ, അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങളെ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും അതിന്റെ 21 വാക്യം വായിക്കാം. യെസ്. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിനു മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാനും അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സ്തുതിയാണ്. ഈ 20-ാം അധ്യായം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല ഭാഗങ്ങൾ എന്തുവാണ് അത്യുച്ചത്തില് എല്ലാവരും സഭയെ ഒന്നിച്ച് യഹൂദരെല്ലാരും കൂടെ കൂടിക്കൊണ്ട് ഹല്ലേലൂയ താന് രാജാവ് ഒത്ത് പ്രജകൾ ഒത്ത് എന്തുവാണ് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. അത് മാത്രമല്ല അത്യുച്ചത്തില് ദൈവത്തിന് സ്തുതി പാടുന്നു. ഇവിടെയും പറയാണ്, യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, എന്തുവാണ് അവിടെ വളരെ വ്യക്തമായി ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാൻ യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അതിനുശേഷം പറയുന്നത്, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോബാബിരുടെയും സോയീർ പർവ്വതക്കാരുടെ നേരെ പതിയിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. യുദ്ധം ചെയ്യാതെ ഹല്ലേലൂയ ഇവിടെ സംഭവിക്കുന്നതാണ്. പാട്ടുകാരെ എല്ലാം എന്തുവാണ് ഹല്ലേലൂയ പാട്ട് പാടാനായിട്ട് ഏൽപ്പിച്ചു എന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. എന്നാൽ അവർ യഹോവയെ സ്തുതിപ്പാനായിട്ട് തുടങ്ങി. അവൻ്റെത് എന്നേക്കുമുള്ളത് എന്നും പറഞ്ഞ് അവർ സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവിടെ അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോഴെന്തുവാണ് ദൈവം അത്ഭുതം ചെയ്യുവാൻ തുടങ്ങി. യെസ്. അവിടെ ഈ വലിയ പ്ലാൻ ചെയ്താണ്. ഈ ഒരു കൂട്ടരല്ല, 3 കൂട്ടരാണ് യുദ്ധം ചെയ്യാനായിട്ട് കടന്നു വന്നത്. ഈ 3 കൂട്ടർ പല മാസങ്ങളിൽ അവർ പ്ലാൻ ചെയ്ത് കാണും ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുവാൻ, രാജ്യത്തെ അറ്റാക്ക് ചെയ്യുവാൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഇത്ര പ്ലാൻ ചെയ്ത് ശക്തമായി വന്നതായ ഈ വലിയ ജനസമൂഹത്തെ എന്തുവാണ് നേരിടുവാനായിട്ട് യുദ്ധ സാമഗ്രികളൊന്നും ഉപയോഗിക്കാതെ, സ്വന്തം ശക്തിയോ സ്വന്തം കഴിവോ ഹല്ലേലൂയ സ്വന്തം പ്ലാനുകളോ പദ്ധതിയോ ഒന്നും ഒരു സൈന്യത്തെ ഉപയോഗിക്കാൻ എന്തുവാണ് ദൈവം അത്ഭുതകരമായി അവർക്ക് ജയം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോഴെന്തുവാണ് അത്ഭുതം നടക്കുവാനായിട്ട് ഇടയായി. നമുക്ക് ഹല്ലേലൂയ അത്ഭുതം കാണണമോ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ഒരു ടെക്നിക്കുമില്ല, ഒരു കുറുക്ക് പണിയുമില്ല. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. ഒരു ദൈവഭക്തൻ പറഞ്ഞതാണ്, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. 150 അധ്യായങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം പിന്നീട് ഒരു കാര്യം പറഞ്ഞത് എങ്ങനെയാണ്, ഈ 150-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വലിയൊരു പുസ്തകമാണ്. അതില്ലെങ്കിൽ എന്തുവാണ് വേദപുസ്തകം അല്പം കുറഞ്ഞു പോകും. കാര്യം ഇത്രയും ചാപ്റ്ററുകളുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞതാണ്, എന്നാൽ ഈ സങ്കീർത്തന പുസ്തകത്തിലെ സ്തുതിയെ മഹത്വം, നന്ദി കരേറ്റല്, ദൈവത്തെ സ്തുതിക്കുന്നതായ ഈ ഭാഗങ്ങളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ എന്തുവാണ് ഈ സങ്കീർത്തന പുസ്തകം എടുത്തു കഴിഞ്ഞാൽ യൂദയുടെ ലേഖനം പോലെ ഇരിക്കുന്നു. കാര്യം ഒരൊറ്റ അധ്യായം കാണുകയുള്ളൂ.
അപ്പോൾ പ്രിയമുള്ളവരെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം. അപ്പോൾ സ്തുതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ദാവീദ്, സ്തുതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ അതിൻ്റെ പിന്നുള്ളതായ ജയത്തിൻ്റെ ഹല്ലേലൂയ ആ മാഹാത്മ്യം മനസ്സിലാക്കിയതായ കർത്താവ് ഹല്ലേലൂയ അവിടെ എന്തുവാണ് സ്തുതിക്കുവാൻ എവിടെയും എന്തുവാണ് ദൈവമക്കളെ ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ. അപ്പോൾ സ്തുതിക്കുന്നവരെന്തുവാണ് ഹല്ലേലൂയ